എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് എൻ്റെ ചാനലിൽ വന്ന് തനൂജ എന്ന ലേഡിക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്ത ചില കമൻറ്റോളികൾക്ക് കൊടുക്കാനുള്ള മറുപടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആരും കാണണ്ട. കാരണം ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ മറുപടി അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ നിങ്ങളിൽ നിന്നുള്ള വ്യൂസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത് കുറേ ദിവസമായിട്ട് കിടക്കുന്നു. മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിന് സമയം ഒത്തു വന്നത്. അപ്പോൾ അത് കൊടുത്തേക്കാം. ദേമൂസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു വ്ളോഗ് ഇട്ടിരിക്കുന്നത് അധിക്ഷേപിക്കാനും വേദനിപ്പിക്കാനും ഉള്ള ചാനൽ അല്ലെന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്നു. ഇത് ഒരു റിയാക്ഷൻ വീഡിയോ ചാനലാണ്. ചിലപ്പോൾ അധിക്ഷേപിക്കേണ്ടവരെ അധിക്ഷേപിക്കേണ്ടിയും വരും, വിമർശിക്കേണ്ടവരെ വിമർശിക്കുകയും ചെയ്യും. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ആൾ സുജാതയാണ്. സുജാതയ്ക്കാണെങ്കിൽ ഒട്ടും കുറവില്ലെന്ന് തോന്നുന്നു. സുജാതയുടെ കമൻ്റ് എന്ന് പറഞ്ഞാൽ, എടി കൂതറ ഉണ്ണി, നിനക്ക് PR വർക്കില്ലേ? ഉണ്ടല്ലോ സുജാതെ, എൻ്റെ PR വർക്കല്ലേ നീ? നിന്നെ ഞാൻ തന്നെ നിയമിച്ചിരിക്കുകയല്ലേ, പിന്നെന്താ ഇങ്ങനെ ഒരു ചോദ്യം? പിന്നെ ഒരാളുടെ കമൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് നോക്കട്ടെ, എറണാകുളം മെഡിക്കൽ ക്ലബ്ബ്, അതൊരു ഫേക്ക് ഐഡിയ ആണ്. ചില പെണ്ണുങ്ങൾ ഓസിന് കുടിച്ചിട്ട് അപ്പുറത്ത് പോയി അപരാധം പറയും. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പെണ്ണുങ്ങൾ കുടിക്കുന്നത് കണ്ടിട്ടില്ല, കുടിക്കുന്നിടത്ത് പോയി നോക്കിയിട്ടുമില്ല, അതുകൊണ്ട് അതേക്കുറിച്ച് എനിക്കറിയില്ല. പിന്നെ എറണാകുളം മീഡിയ ക്ലബ്ബാണ് അടുത്ത കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ അണ്ണാക്കിൽ കിട്ടുന്നത് ചേച്ചിക്കാണല്ലോ എന്ന്. അത് പിന്നെ എങ്ങനെ കിട്ടാതിരിക്കും എൻ്റെ എറണാകുളമേ? നിങ്ങളൊക്കെ PR വർക്ക് ഏറ്റെടുത്തിട്ട് ഒരു കമൻറ്റിന് 50 പൈസ പോലും തികച്ച് കിട്ടാതെയല്ലേ നീയൊക്കെ വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ എത്ര കമൻറ്റ് ചെയ്താലായിരിക്കും നിനക്കൊക്കെ ഒരു ദിവസം 10 രൂപ തികച്ചെടുക്കാൻ കിട്ടുന്നത്? അതുകൊണ്ട് നീയൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എനിക്ക് എണ്ണാക്കി കിട്ടുന്നതെന്ന് നിനക്കൊക്കെ തോന്നുന്നത്. നീയൊക്കെ ഇതിനകത്ത് വരുന്ന നല്ല കമൻറ്റുകൾ ആദ്യം നോക്ക് കേട്ടോ. അതിൻ്റെ മറുപടി റിപ്ലൈ ഇടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അഞ്ചുണ്ണി മോൻ. ഭയങ്കര ചിരിയാണ് കേട്ടോ, പുള്ളിക്കാരന് ഭയങ്കര ചിരിക്കുടുക്കയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരാൾ വന്നിരിക്കുന്നത് ലക്ഷ പ്രേംകുമാറാണ്. ലക്ഷ പ്രേംകുമാർ വന്നിട്ട് പോടി തീട്ടമേ. ഒയ്യോ, ഇവള് ഭയങ്കര തീട്ടം തന്നെയാണെന്ന് തോന്നുന്നു. ലക്ഷേ, നീ തിന്നുന്നത് മുഴുവനും തീട്ടമാണടി മോളെ. അതല്ലേ നിനക്ക് മറ്റുള്ളവരെ തീട്ടമേ എന്ന് വിളിക്കാൻ തോന്നിയത്? നീ പറ തീട്ടമേ. പിന്നെ തീട്ടമേ, തനൂജയെ പിടിച്ചേക്കുക കണ്ടൻറ്റിന്. എൻ്റെ പൊന്നെ, തനൂജയെ അത്ര പെട്ടെന്നൊന്നും പിടിച്ചാൽ എത്തത്തില്ലടി പെണ്ണെ കണ്ടൻറ്റിന്. വിഷയം 3 കിട്ടുന്നെങ്കിൽ പോയി വിഷയം എനിക്ക് വീഡിയോ ചെയ്യാനുള്ള വിഷയം കിട്ടുന്നില്ലെങ്കിൽ പോയി പിച്ച എടുക്കടി നാറി നിൻ്റെ തന്തയടി മോളെ ലക്ഷ പ്രേംകുമാറെ, നിൻ്റെ തന്തയും തള്ളയുമാണ് പിച്ച എടുത്ത് ജീവിക്കേണ്ടത്. എനിക്കെന്തായാലും പിച്ച എടുത്ത് ജീവിക്കേണ്ട ഗതികേട് ഇതുവരെയും വന്നിട്ടില്ല. ഓക്കെ, ചെറിയ വീടൊക്കെ തന്നെയാണ്, പക്ഷേ വേല ചെയ്ത് തരാൻ കെട്ടിയോനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ 2 മക്കളുണ്ട്. വലുതായ 2 മക്കളാണ് കേട്ടോ. 19.5 വയസ്സും 18 വയസ്സുമായ 2 മക്കളാണ്. അതുകൊണ്ട് എനിക്ക് പിച്ച എടുക്കേണ്ട ഗതികേട് ഇപ്പം വന്നിട്ടില്ല. നിനക്ക് ഭാവിയിൽ വരാതെ നീ നോക്കിക്കോ കേട്ടോ. പിന്നെ ഒരു കാര്യം, നീ പോടി തീട്ടമേ എന്ന് പറഞ്ഞതിൻ്റെ മറുപടി, നീയും നിൻ്റെ കുടുംബക്കാരും തിന്നുന്നത് മൊത്തവും തീട്ടമായിരിക്കും. എനിക്ക് തോന്നുന്നു വൈറ്റമിൻസ് കൂടുതലുള്ള തീട്ടമായിരിക്കും നിനക്ക് തിന്നാൻ കൂടുതൽ പ്രിയം. അതുകൊണ്ടല്ലേ നീ തനൂജയെ പിടിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ ഇഷ്ടം പോലെ നല്ല വൃത്തിയായിട്ട് മന്തിയും ചിക്കനും ബീഫും അതുപോലെ ബിയറൊക്കെ കുടിക്കുന്ന തീട്ടമല്ലേ, അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ? അതായിരിക്കും നീ അവളെ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. വിഷയദാരിദ്ര്യം എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ റിയാക്ട് ചെയ്യാനുണ്ട്. ആദ്യം മനസ്സിലാക്കുക, ഞാൻ തനൂജ എന്ന് പറയുന്ന ആ പെണ്ണുമ്പിള്ളയെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോയും ഇടാനായിട്ട് നിന്നിട്ടില്ല.
ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. ആ കുഞ്ഞിനെ പറ്റി ഒരാൾ കുറ്റം പറഞ്ഞപ്പോൾ അതിന് വിപരീതമായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ തനൂജ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വീഡിയോ ഇട്ടത് അവരുടെ ഗുളികയുടെ നാടകം ഉണ്ടല്ലോ, അത് മാത്രമായിരുന്നു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ വീടിന് വേണ്ടിയിട്ട് പിച്ചை എടുക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് നിനക്കൊക്കെ. ഓക്കെ, അപ്പോൾ നീയൊക്കെ വന്നിങ്ങനെ കമൻ്റ് ഇടുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ മറുപടി പറയേണ്ടി വരുന്നത്. നീയൊക്കെ കമൻ്റ് ഇടാതിരുന്നാൽ ഞാൻ മറുപടിയും പറയുന്നില്ല. അല്ലാതെ തനൂജയല്ല എൻ്റെ വിഷയം, നിൻ്റെയൊക്കെ കമൻറ്റുകളാണ്. നീയൊക്കെ കമൻ്റ് എന്ന് ഇടുന്നത് നിർത്തുന്നു, അന്ന് ഞാനും ഈ റീപ്ലൈ തിരക്കം നിർത്തും. പിന്നെ പിച്ചை എടുക്കടി നാറിയെന്ന്, അത് നീ നിൻ്റെ തന്തയെ പോയി പറഞ്ഞാൽ മതി. ഓക്കെ, നീ അയാളെ പോയി പറഞ്ഞാൽ മതി. പിന്നെ നീ നിൻ്റെ തന്തയും തള്ളയും വിളിക്കുന്ന ഭാഷകളും നിൻ്റെ കെട്ടിയോനെ വിളിക്കുന്ന ഭാഷയൊക്കെ നീ അവിടെ ചെന്ന് വിളിച്ചാൽ മതി. അത് മറ്റുള്ളവരടുത്ത് വിളിക്കാനായിട്ട് വരണ്ട. ഈ കമൻറ്റിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ടെന്നല്ല, വെച്ച് കഴിഞ്ഞു. അപ്പോൾ കാരണം നീയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അറിയത്തില്ലല്ലോ. ഇത് വെച്ചിട്ടേ നിൻ്റെയൊക്കെ പേരിൽ നല്ല വൃത്തിയായിട്ട് കേസ് കൊടുക്കാൻ എനിക്ക് സാധിക്കും. അപ്പോൾ മനസ്സിലാവും നിനക്കാണോ എനിക്കാണോ അണ്ണാക്കി കിട്ടുന്നതെന്ന്. ഓക്കെ, പിന്നെ ഒരുത്തി വന്നിരിക്കുന്നത് രാജി വിൻസെൻ്റാണ്. രാജി വിൻസെൻ്റ് അവൾക്ക് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ രാജി വിൻസെൻ്റ് വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ കുങ്കുമം എടുത്ത് പൂശിയതും തനൂജയുടെ ഐശ്വര്യം ഒന്നും കിട്ടത്തില്ലെന്ന്. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രാജി വിൻസെൻ്റ് എന്ന് പറയുന്ന നിരപരാധിയായ രാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ കുങ്കുമം എടുത്ത് പൂശിയാലൊന്നും തനൂജയുടെ ഐശ്വര്യം കിട്ടത്തില്ലെന്ന്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ മോളെ, എനിക്കെങ്ങനെയാണ് തനൂജയുടെ ഐശ്വര്യം കിട്ടുന്നത്? തനൂജയ്ക്കൊരു ആനച്ചന്തമല്ലേ. എനിക്ക് ആനച്ചന്തമൊന്നുമില്ല കേട്ടോ. തനൂജയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ചന്തമാണ് കേട്ടോ. അതെനിക്ക് കിട്ടത്തില്ലേ. എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആനച്ചന്തമൊന്നും കിട്ടത്തില്ല. ഞാനും അത്യാവശ്യം നല്ല തടിയുള്ള ആളാണ്. ഓക്കെ, എന്ന് കരുതി എനിക്ക് തനൂജയുടെ ചന്തമൊന്നും കിട്ടത്തില്ല കേട്ടോ. തനൂജയുടെ പാവാട നക്കികൾ വന്ന് കിടക്കുന്നു. പിന്നെ മായ പറയുന്നത്, അപ്പോൾ നിങ്ങളെ എന്ത് പേര് വിളിക്കണം എന്നാണ്. എന്തായാലും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് വിളിക്കണ്ട കേട്ടോ. എനിക്ക് നല്ലൊരു പേരുണ്ട്, ഉത്തര ഉണ്ണി, അത് വിളിച്ചോ. പിന്നെ മായ വന്നിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് എന്താണ്, നിങ്ങൾ എന്തോ വലിയ ആൾ ആണെന്നാണ്. അതെ, ഒരു കമൻറ്റ് എഴുതുന്നത് കുറച്ച് മറ്റുള്ളവർക്ക് വായിക്കാനും കൂടി പറ്റുന്ന രീതിയിൽ എഴുതണ്ടേ മക്കളെ. നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് നിങ്ങൾ എന്തോ വലിയ ആൾ ആണെന്നാണ്. മര്യാദയ്ക്കുള്ള വീഡിയോ ഇടൂ, സപ്പോർട്ട് കിട്ടുന്നു. എടി മായെന്ന് പറയുന്ന അലവലാതി, നിൻ്റെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് നിൻ്റെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മക്കളെ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യം എനിക്കില്ല. ഓക്കെ, എൻ്റെ വീഡിയോകളൊക്കെ എന്താ മര്യാദയുള്ളതല്ലാതെ എന്താ മറ്റേ നിമിഷ ബിജുവോ പിന്നെ സണ്ണി ലിയോനൊക്കെ ചെയ്യുന്നത് പോലുള്ള വീഡിയോകളാണോ ഞാനിവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്? എടി, അങ്ങനത്തെ വീഡിയോകളാണോ ഇവിടെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്? നീയൊക്കെ എൻ്റെ ഈ കഴുത്തിൻ്റെ ഇത്ര ഭാഗമല്ലാതെ അതിനപ്പുറത്തോട്ട് നീയൊക്കെ കാണാറുണ്ടോ എൻ്റെ വീഡിയോയിൽ? നായേ, സപ്പോർട്ട് കിട്ടും പോലും. ഇവിടെ സപ്പോർട്ട് ആർക്ക് വേണം ഈ തെണ്ടീരെ? പിന്നെ ആരാണ്? പിന്നെ ദേമൂസ് വ്ളോഗാണ് വന്നിരിക്കുന്നത്. അതിന് ഇയാൾക്ക് എന്താ കണ്ടൻറ്റ് ഉള്ളത്? തനൂജ കോമഡി ഷോർട്സ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അത് തനൂജയുടെ കഴിവ് കൊണ്ട് കിട്ടുന്നതാണ്. എടി പെണ്ണേ, തനൂജയുടെ കഴിവ് കൊണ്ട് പലതും തനൂജയ്ക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതിന് എനിക്കെന്താ വേണ്ടത്? തനൂജയുടെ കഴിവുള്ളത് കൊണ്ടല്ലേ നീയൊക്കെ വീട് വെച്ച് കൊടുക്കുന്നത്. അതിന് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നീയൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിരങ്ങാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ മാന്തി കീറും, അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് തനൂജയും മോളും. ആരെങ്കിലും കൊടുക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോടി കൊച്ചേ? നിനക്കൊക്കെ വേറെ ഒരു ചൊരപ്പും ഇല്ലേ? നിൻ്റെന്ന് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും നിനക്കൊന്നും ആരും ഇല്ലേ? അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തണ്ടാണ്. ദേമൂസ് വ്ളോഗേ, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുന്നത്? ഇതിന് ഇയാൾക്ക് എന്താ കണ്ടന്റ് ഉള്ളത്? തനൂജ കോമഡി ഷോർട്സാണ്. തനൂജയുടെ വീഡിയോ പോലും കാണുന്ന ആളല്ല ഞാൻ. എനിക്കത് കാണേണ്ട കാര്യമില്ല. ഇടയ്ക്കൊക്കെ കൊച്ചിൻ്റെതൊക്കെ വന്ന് ഷോർട്സിൽ നല്ല ഡാൻസൊക്കെ കിടക്കുമ്പോൾ ഞാൻ കമൻ്റ് ഇടാറില്ലെങ്കിലും ഞാൻ ഒന്ന് ലൈക്ക് കൊടുക്കാറുണ്ടായിരുന്നു.
ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന്. ആൾക്കാർ ഗിഫ്റ്റ് ആർക്ക് വേണം? ആൾക്കാരുടെ ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് തരാനായിട്ട്. തനൂജയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നെങ്കിൽ തനൂജ മേടിച്ച് കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ അങ്ങോട്ട് ചെന്ന് പിടിച്ചു പറിച്ചോ? ആ ഗിഫ്റ്റിങ് തരാൻ പറഞ്ഞു. എടി പെണ്ണെ, നിനക്കൊക്കെ വേറെ ഒരു പണിയില്ല. നീയൊക്കെ ഈ തനൂജയുടെ ചന്തിയും മണപ്പിച്ചുകൊണ്ട് കിടക്കുന്നെങ്കിൽ ആ മണവും പിടിച്ചുകൊണ്ടങ്ങ് അവിടെ നടന്നാൽ പോരെ? വെറുതെ എന്തിനാ എൻ്റെ ചാനലിൽ വന്നിട്ട് എനിക്ക് പ്രഷർ കയറ്റുന്നത്? പിന്നെ ആരാണ്? മണി തമ്പിയാണ്. അതാണാണോ പെണ്ണാണോ എന്തോ അറിയില്ല. കാരണം പലരും ഫേക്ക് ഐഡിയകൾ ഇഷ്ടംപോലെ അരങ്ങ് വാഴുകയല്ലേ. എടി പെണ്ണെ, ആ പെണ്ണിനെ വെറുതെ വിട് എന്നാണ് പറയുന്നത്. എടാ മണി തമ്പി, എടാ മണിയേ, ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വട്ടം പിടിച്ച് വെച്ചിട്ടില്ല. ഞാൻ വട്ടം പിടിച്ചാലൊന്നും അത് എത്തത്തില്ല. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അവളെ വട്ടം പിടിച്ച് വച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വെറുതെ വിടുമെന്ന് നീ പറയുകയും വേണ്ട. ഇനി നീ ആരെങ്കിലും പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. പിന്നെ ആരാണ്? സരളയാണ്. സരള പറയുന്നത്, എന്തിന് എപ്പോഴും തനൂജയെ കുറ്റം പറയുന്നത്? എടി, എനിക്കങ്ങ് ദേഷ്യം വരിക കേട്ടോ. തനൂജയെ കുറ്റം ഞാൻ പറയുന്നുണ്ടോ അലവലാദികളെ? നീയൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നതിൻ്റെ മറുപടിയാണ് ഞാൻ നിനക്കൊക്കെ തരുന്നത്. അല്ലാതെ തനൂജയുടെ പിറകെ മണപ്പിച്ചുകൊണ്ട് പോകാൻ എനിക്ക് നേരമില്ല. ഓക്കെ, നീയൊക്കെ കിടന്ന് മണപ്പിച്ചോ. അല്ലാതെ എനിക്കതിന് സമയവും ഇല്ല, സൗകര്യവും ഇല്ല. നീയൊക്കെ വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുന്നു, അതിൻ്റെ റീപ്ലൈ ആണ് ഞാൻ തരുന്നത്. പിന്നെ ആരാണ്? സജീന റഷീദിനെ കുറ്റിയും പറിച്ച് വിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കമൻറ്റ് ചെയ്യാനായിട്ട്. അവൾ പറയുന്നത്, നിൻ്റെ കെട്ടിയവനോട് ഒന്ന് പറയുമോ ആദ്യം നിന്നെ ഒരു ക്ലീനിങ് ജോലിക്കെങ്കിലും പറഞ്ഞയക്കാൻ, പിന്നീട് തനൂജ ജോലിക്ക് പോകുന്നു. എടി, എൻ്റെ ഭർത്താവ് എന്നെ ജോലിക്ക് പറഞ്ഞു വിടുന്നില്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് സെല്യൂട്ട് കൊടുക്കണം. കാരണം അദ്ദേഹം എനിക്ക് നല്ല വൃത്തിയായിട്ട് ഞമ്മടിക്കാൻ കൊണ്ടു തരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോവാത്തത്. മനസ്സിലായോ? പിന്നീട് ക്ലീനിങ് ജോലിക്കെങ്കിലും പറഞ്ഞയക്കാൻ പറയേണ്ട കാര്യമില്ല. നിൻ്റെ കെട്ടിയവനോട് റഷീദ് എന്ന് പറയുന്നത് നിൻ്റെ തന്തയല്ലെങ്കിൽ നിൻ്റെ കെട്ടിയവനായിരിക്കും. എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, റഷീദിനോട് പറയും നിന്നെ വെറും ക്ലീനിങ് ജോലിക്ക് പറഞ്ഞു വിടേണ്ട, നിന്നെ പ്രസവ വാർഡിലെ ക്ലീനിങ് ജോലിക്ക് പറഞ്ഞു വിടാൻ പറ. അവിടെ പെണ്ണുങ്ങൾക്ക് എനിമ വെക്കുന്നതും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതും ജോലിയുണ്ട്. ആ ജോലി നീ പോയി ചെയ്യ്. നിനക്ക് പറ്റിയ ജോലി അതായിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോരുത്തർക്കും വടിച്ചു കൊടുക്കുമ്പം 100 രൂപ വെച്ച് നിനക്ക് കിട്ടും ടിപ്പ്, മാസശമ്പളം കൂടാതെ. ഓക്കെ, അപ്പോൾ നീ നിൻ്റെ കെട്ടിയോൻ റഷീദിനോട് പറഞ്ഞിട്ട് നീ അതിന് വല്ലതും പോവാൻ നോക്ക്. നിരങ്ങാൻ വന്നിരിക്കുന്നവള്. പിന്നെ നോക്കട്ടെ, ഞാൻ ഇതിന് മറുപടി തന്നേ അടങ്ങുള്ളെന്ന് പറഞ്ഞ് വച്ചിരുന്നത് തന്നെയാണ്. കാരണം കമൻറ്റ് ബോക്സിൽ വന്ന് തൂറി നിരങ്ങുമ്പോഴത്തേക്ക് മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്തിനാ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുന്നത്? ഇട്ടാൽ മറുപടി കിട്ടിയിരിക്കും. പിന്നെ അടുത്ത ആൾ അടുത്തത് വീണ PS ആണ് കേട്ടോ. വീണ PS, എന്തിനാ ഇങ്ങനെ കുറ്റം മാത്രം പറയുന്നത്? എൻ്റെ വീണേ, റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നീ പോയി മനസ്സിലാക്കിയിട്ട് പാടി പറയുന്നേ. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ എന്തിനാ ഇങ്ങനെ വിങ്ങുന്നത്? അയ്യോടാ, ഭയങ്കര വിങ്ങലാണ്. കണ്ടില്ല, വിങ്ങിപ്പോകുന്നു, വിങ്ങൽ വരികയാണ്, നിയന്ത്രിക്കാൻ പറ്റാതെ വിങ്ങുന്നു. അത്രയ്ക്ക് സങ്കടം വരികയാണ്. എനിക്ക് കരഞ്ഞു പോകും ഞാനിപ്പോൾ. വിങ്ങി പൊട്ടുന്നത് നീ കാണുന്നില്ലേ? എടി വീണേ, എനിക്ക് അവൾക്ക് കൊടുക്കുന്നതിന് എനിക്കെന്താ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞത്. എൻ്റെ അഭിപ്രായമാണ്. ഒരുപാട് പേര് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്നു. ഇവർക്ക് ഒരുപാട് വരുമാനമുള്ള സ്ത്രീയാണ് ഇവർ. അത് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്താൽ പുണ്യം കിട്ടുമെന്ന് പറയുന്നത് അത് ഇപ്പോഴും അത് തന്നെയാടി പറയുന്നത്. അതിന് നിനക്കൊക്കെ എന്തിനാണ് ഇത്ര വിങ്ങുന്നത്? നിനക്കൊക്കെ എന്തിനാടി ഇത്ര പുട്ട് വിറയ്ക്കുന്നത് കാര്യം പറയുമ്പോൾ? നിനക്കൊക്കെ എന്തിനാടി ഇത്ര പുട്ട് വിറയ്ക്കുന്നത് കാര്യം പറയുന്നതിന്? നിനക്ക് എന്താടി ഇത്ര പിടുക്ക് വിറയിൽ അലവലാതി? ഞാൻ കാര്യം പറയുന്നത് ഞാൻ എൻ്റെ ചാനലിൽ വന്ന് പറയുന്നുണ്ട്. നിനക്കൊക്കെ വേണമെങ്കിൽ കേട്ടാൽ മതി, സൗകര്യം ഉണ്ടെങ്കിൽ കയറിയാൽ മതി എൻ്റെ ചാനലിൽ. ഇല്ലാത്തവളുമാർ വരണ്ട. പിന്നെ നീയൊക്കെ ഇടുന്ന കമൻറ്റിനുള്ള മറുപടി മാത്രമാണ് ഇപ്പോൾ കുറേ നാളോടെ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും അല്ല തരുന്നത്. നീയൊക്കെ വന്ന് ചിലയ്ക്കുന്നതിൻ്റെ മറുപടി അത് നീയൊക്കെ ഇരന്ന് മേടിക്കുന്നതാണ്. അല്ലാണ്ട് ഞാൻ നിൻ്റെയൊക്കെ കുണൂജേര ഒരു ലൈവ് ഞാൻ കാണാൻ പോണില്ല. ഈ കുണൂജേര ചാനലിൽ പോയി വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നീയൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? നീയൊക്കെ കവച്ച് ഇങ്ങോട്ട് വരുന്നത് കൊണ്ടല്ലേ ഇതിൻ്റെ മറുപടി ഞാൻ തരുന്നത്. നീയൊക്കെ വരാതിരുന്നാൽ ഇതിൻ്റെ മറുപടി ഞാൻ തരത്തുമില്ല. ഓക്കെ,
ഓരോ തവണയും നിങ്ങൾ ഓരോ മറുപടി തരുമ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത്. അതിൽ വന്നിട്ട് അത് കണ്ടിട്ട് വീണ്ടും നീയൊക്കെ കമൻ്റ് ഇടും. അപ്പോൾ ഞാൻ വീണ്ടും അതെടുത്ത് റിയാക്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നീയൊക്കെ ഇങ്ങോട്ട് വന്ന് കമൻറ്റ് ചെയ്യാതിരിക്കുക. അത്രയേ ഉള്ളൂ മാർഗം. നീയൊക്കെ ഒരുത്തി വന്ന് കമൻറ്റ് ചെയ്താലും ഞാൻ മറുപടി തരും. പിന്നെ ഒരു സുജാത എന്ന് പറയുന്ന ഒരുത്തിയുണ്ട്, അവൾക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സുജാത കുറുപ്പെന്നുള്ള ഐഡിയയിൽ വരുന്നതും അവളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഈ സുജാത കുറുപ്പും സുജാതയും ഒന്നാണ്. ആദ്യം മനസ്സിലാക്കുക. നീയൊക്കെ വന്നിടുന്ന കമൻറ്റുകളുടെ എല്ലാം സ്ക്രീൻ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. നിയമത്തിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. അത് നിന്നെയൊക്കെ വിട്ടിരിക്കുന്ന, നിന്നെയൊക്കെ ആരാണോ അഴിച്ചു വിട്ടിരിക്കുന്നത് അവളുമാരുടെ അടുത്ത് പോയി പറയുക, ചോദിച്ചു നോക്ക് നിയമവശം എന്താണെന്ന്. ബാഡ് കമൻ്റ് ഇട്ടാലുള്ള വശം എന്താണെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നീയൊക്കെ ഇടുന്ന ഓരോ കമൻറ്റുകളും നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ നീയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക, ബാഡ് കമൻ്റ് ഇട്ടാൽ ഇപ്പോൾ എന്താണ് നിയമം, എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ നിനക്കൊക്കെ ഈ ശമ്പളം തന്നിരിക്കുന്നവളുമാർ തരുന്നതൊന്നും മതിയാവാതെ വരും. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ചിലപ്പോൾ നിനക്കൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒന്നും നടക്കാൻ പോണില്ല മോളെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആരും വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. നടക്കുമായിരിക്കും. ഫസ്റ്റ് ഈ വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ പിന്നീടുള്ള നിങ്ങൾക്കൊന്നും ഒരു തേങ്ങയും കിട്ടാൻ പോണില്ല. കിട്ടിയാൽ തന്നെ എത്ര പേർക്ക് കിട്ടാനാണ്? ചിലപ്പോൾ ഒരു 10 പേർക്ക് കിട്ടുമായിരിക്കും. അതിനുശേഷം ആർക്കെങ്കിലും വല്ല കോപ്പും കിട്ടുമോ? ഒന്നും കിട്ടില്ല. അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ നിങ്ങൾ അവൾക്ക് വീട് വച്ച് കൊടുക്കണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അവൾക്ക് വീട് വെച്ച് കൊടുക്കണം. വീട് മാത്രമാകരുത്, വീട്ടിൻ്റെ മുറ്റത്ത് ഒരു തടാകവും കൂടി വെച്ച് കൊടുക്കണം. ശ്വാസം മുട്ടി കുളിക്കുന്നത് എല്ലാവർക്കും കാണാമല്ലോ, അത് കാണാമല്ലോ. അപ്പോൾ ഒരു തടാകം കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു ഗാർഡനും കൂടി ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കാണിക്കണം. പിന്നീട് ഒരു ലക്ഷറി കാറ് കൂടി മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു സാധാരണ കാറെങ്കിലും കൂടി മേടിച്ചു കൊടുക്കുക. അവർക്കൊക്കെ എവിടെയെങ്കിലും ഇഷ്ടപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. പറ്റുമെങ്കിൽ ആ ഗാർഡനിൽ ആ കുഞ്ഞു വാവയ്ക്ക് കളിക്കാൻ ഒരു ഊഞ്ഞാലും കൂടി ഇട്ട് കൊടുക്കുക. പൊട്ടിപ്പോവാത്ത രീതിയിൽ, അമ്മയ്ക്ക് മൂക്കും കൂടി ആടാൻ പറ്റുന്ന രീതിയിൽ. കയറുകൊണ്ടുള്ളതല്ല, ഒരു കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിട്ട് അതിൻ്റെ ചങ്ങലയിൽ ബന്ധിച്ച് അങ്കമാടികളിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു ഊഞ്ഞാലും കൂടെ വെച്ചുകൂടി. ഇത്രയും കാണിക്കടി നിനക്കൊക്കെ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെയല്ലേ പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇതെല്ലാം ചെയ്ത് കാണിച്ചുകൂടും. നല്ലൊരു സ്വിമ്മിംഗ് പൂള് വയ്ക്കുക വീടിന് മുന്നിൽ. ഒരു ഗാർഡൻ ഉണ്ടാക്കുക. 1 2 3 5 10 പൂച്ചട്ടിയല്ല, നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കുക. ഒരു കാറ് മേടിച്ചു കൊടുക്കുക വീടിനൊപ്പം തന്നെ. എന്നിട്ട് എന്താണ്, നല്ലൊരു ഊഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കുക. നല്ലൊരു ഊഞ്ഞാൽ, ഇരുമ്പിൻ്റെ ഊഞ്ഞാൽ. ഇത് ഇത്രയും ഉണ്ടാക്കി നീക്ക് കാണിച്ചതാണ്. നിനക്കൊക്കെ ചുണയുണ്ടെങ്കിൽ ഈ കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത് എല്ലാം നീയൊക്കെ ഒന്ന് കാണിച്ചതാണ്. അത് കാണാൻ റെഡിയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കഴിവുണ്ടോ നിനക്കൊക്കെ? കഴിവുണ്ടെങ്കിൽ അത് കാണിച്ചാൽ നിങ്ങളതൊന്ന് ചെയ്ത് കാണിച്ചാൽ നിങ്ങളെ അപ്പോഴും ഞാൻ എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യും നിങ്ങളെ ഓരോരുത്തരെയും. ഓക്കെ, പേര് പറഞ്ഞ് ക്ലാപ്പ് ചെയ്യും. വേണമെങ്കിൽ സല്യൂട്ടൂടെ തരാം. അല്ല പിന്നെ